അവിടുന്ന് ലോകപ്രവാചകന്മാരുടെ അവസാന നിരയിലെ അവസാന കണ്ണിയായി വന്ന അള്ളാഹുവിന്റെ ദൂതനാണ്. ആ വിശ്വാസത്തിന്റെ ഭാഗമായി, ആ കലിമത്തിനെ വിശ്വാസത്തിന്റെ ഭാഗമായി ചേർക്കുമ്പോഴാണ്, ഹൃദയാന്തരങ്ങളിൽ കുറിക്കുമ്പോഴാണ് അവൻ വിശ്വാസിയാകുന്നത്. ആ വിശ്വാസം നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ ഉള്ളപ്പോഴാണ് നമ്മളെ മുഅ്മിനെന്ന് വിളിക്കുന്നത്. നമ്മളും ആ നേതാവും തമ്മിലുള്ള ബന്ധം എവിടെ നിന്നാരംഭിക്കുന്നതാണ്? ദുനിയാവിൽ നമുക്ക് പലർക്കും പല നേതാക്കന്മാരുണ്ട്. ആ നേതാവിനെ എന്നാണ് കേട്ടു തുടങ്ങിയത്? എൻ്റെ മുമ്പിലിരിക്കുന്ന പല ആളുകളും രാഷ്ട്രീയമായി പല ഐഡിയോളജികൾ സ്വീകരിച്ചവരുണ്ടാകും. നമ്മുടെയൊക്കെ നാടുകൾക്ക് ചില നേതാക്കന്മാരുണ്ടാകും. MLA-മാരുണ്ടാകും, MP-മാരുണ്ടാകും, വാർഡ് മെമ്പർമാരുണ്ടാകും, സാമൂഹിക തലങ്ങളിൽ ഇടപെടുന്ന ഒരുപാട് മനുഷ്യർ നമുക്കുണ്ടാവും. അവരെയൊക്കെ നമ്മൾ അറിഞ്ഞു തുടങ്ങുന്നത് പക്വമായ ഒരു പ്രായത്തിലെത്തിയതിനു ശേഷമാണ്. എന്നാൽ നമ്മളും നമ്മുടെ നേതാവും തമ്മിലുള്ള ബന്ധം അങ്ങനെയല്ല. ഞാനും നിങ്ങളും നേതാവായ തിരുനബിയെ അറിഞ്ഞു തുടങ്ങിയത് നാം ഈ ഭൂമി ലോകത്തേക്ക് ജനിച്ചു വീണ സമയത്ത് നമ്മുടെ വലതു കാതുകളിൽ ചൊല്ലിത്തന്ന പേരാണ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി. ഉമ്മയുടെ പേര് കേൾക്കുന്നതിന് മുമ്പ്, വാപ്പയുടെ പേര് കേൾക്കുന്നതിന് മുമ്പ്, ബന്ധുജനങ്ങളുടെ പേര് കേൾക്കുന്നതിന് മുമ്പ്, ദുനിയാവിലെ ഏതെങ്കിലും ബന്ധങ്ങളെ നാം അറിയുന്നതിന് മുമ്പ് നമ്മുടെ കാതുകൾ കേട്ട പേരാരുടേതാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി. നമ്മുടെ ഇടതു ചെവിയിലൂടെ ഹൃദയാന്തരങ്ങളിൽ എത്തിയ പേരാരുടേതാണ്? ഇഖാമത്തായി ചൊല്ലിത്തന്നതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി. ആ നാമം നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ കൊളുത്തിവെച്ചത് ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ ആദ്യത്തെ ശ്വാസം എടുത്തു തുടങ്ങിയ ദിവസമാണ്. നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ ആ പേര് കുത്തിവെച്ചത് ഉമ്മയെ അറിയുന്നതിന്, വാപ്പയെ അറിയുന്നതിന്, ബന്ധങ്ങളെ അറിയുന്നതിന്, സ്വന്തങ്ങളെ അറിയുന്നതിന് മുന്നെയാണ്. നാം ആ നാമം കേട്ടു തുടങ്ങിയത് നമ്മൾ ജനിച്ചു വീണ ഉടനെയാണ്. അതുകൊണ്ട് ആ നാമം നമ്മുടെ ഹൃദയത്തിലാണ്. ഒരു ചിത്രവും നമ്മൾ കണ്ടിട്ടില്ല, ഒരു ചിത്രീകരണവും കണ്ടിട്ടില്ല, ഒരു കാരിക്കേച്ചറും അനുഭവിച്ചിട്ടില്ല, എവിടെയെങ്കിലും ഒന്ന് കണ്ടതായി വരച്ചിട്ടതായി നാം അറിഞ്ഞിട്ടില്ല.